മുഹമ്മദ് സൽമാൻ. ഇത് സൽമാന്റെ മകൻ ശുഭം. രാവിലെ 8:30 സമയം. നമുക്ക് ഇന്ന് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഫസ്റ്റ് പല്ല് തേക്കണം, പിന്നെ ഒന്ന് കുളിക്കണം. അതിൻ്റെ ശേഷം ഡ്രസ്സ് മാറ്റി നമ്മുടെ നാട്ടിലത്തെ മെഡിക്കൽ ലൈസൻസിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നോട്ടറൈസേഷൻ കൊടുക്കാനുണ്ട്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. സോ അതിന്റെ പേപ്പർ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സിറ്റിയിൽ പോകണം. അപ്പോൾ നമുക്ക് റെഡി ആവാം, പല്ല് തേക്കാം, കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്കും സബും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ വ്ളോഗ്സ് ഇടാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതാണ്. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ എന്നിവ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചൈനയിലത്തെ കുറച്ച് വ്ളോഗുകളും ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒന്ന് കൊണ്ട് നടന്ന് നമ്മൾ കാണിക്കാൻ ശ്രമിക്കാം. ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ വലിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സക്സസ്ഫുള്ളി പല്ല് തേക്കൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത് കുളിക്കുക, എന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളും എല്ലാ പരിപാടിയും പല്ലിയപ്പും കാര്യങ്ങളും കഴിഞ്ഞു. ഡ്രസ്സ് ഇട്ടിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഗിന്റെ സ്പ്രേ എടുക്കാം. ഇതാണ് അടുത്ത പരിപാടി. അടുത്ത് കുറച്ച് കൂടിപ്പോയിടെ. അടുത്തത് തൊപ്പിങ്ങനെ കുടയുന്നു, അത് വെക്കുന്നു, കാരണം പുറത്ത് നല്ല വെയിലാണ്. അപ്പോ തൊപ്പി വെക്കുക. ഇനി നമ്മുടെ മെയിൻ സാധനം ഫേസ് മാസ്ക്. വീണ്ടും ഇങ്ങനെ ധൃതങ്കപ്പുളിക്കുന്നതിനായി നമുക്കിനി വേണ്ടത് പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ സ്റ്റുഡന്റ് കാർഡും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് മെയിനായിട്ട് 2 വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഈ 2 പേപ്പറാണ്. ഇതിന്റെ ബാക്കിൽ ഇവിടെ നോട്ടറൈസേഷൻ ഉള്ള 2 പേപ്പറാണ്, കോളേജിന്റെ സീലുള്ള 2 പേപ്പറാണ്. ഇതും വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ ഉപയോഗിക്കുന്ന ബാഗ്. ഭയങ്കര കോസ്റ്റ്ലി ബാഗാണ്, നാട്ടിലത്തെ 100 രൂപയുടെ ബാഗാണ്. അപ്പൊ എന്തായാലും അത് വിട്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ. നീക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ്നെസ് പുറത്തിറങ്ങുമ്പോൾ നാട്ടിൽ മൊത്തം പള്ളിയേക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് കാണുന്നത്. കൂട്ടത്തിൽ പറയാനൊരു കാര്യം വിട്ടുപോയി. ഇതാണ് നമ്മുടെ ബ്ലോഗ് സ്റ്റാൻഡ്. കണ്ടില്ലേ, ഇപ്പം കുറച്ച് കൂടി പോയാലോ, കുറവില്ല എന്തായാലും. ശരി, എന്തായാലും പുറത്തിറങ്ങിയിട്ട് എന്തേ കിടക്കുന്നു നമ്മുടെ വണ്ടി. കിടക്കണ കിടപ്പ് കണ്ട, അത് കണ്ട ആരെങ്കിലും പറയുമോ ബാറ്ററി ബൈക്കാണ്? അതൊരു ബാറ്ററി ബൈക്കാണ് ഗൈസ്. 14 ബാറ്ററി ഉണ്ട് അതിൻ്റെ അകത്ത്. 14 ബാറ്ററിയുടെ ബാറ്ററി ബൈക്കാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും ആ വണ്ടിയുടെ സിറ്റി പോക്ക് കിടക്കില്ല, നമുക്ക് ബസ്സിൽ തന്നെ പോകണം. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് നമ്മൾ നേരെ ബസ് കയറി പോകും. സോ അതുകൊണ്ട് നമ്മൾ വ്ളോഗ് സ്റ്റാൻഡിൽ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചത്. ഓക്കെ. വണ്ടിക്ക് കീ ഇല്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ കീ ഇല്ലാത്ത വണ്ടിക്ക് റിമോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നിൽക്കി ഇതങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ വണ്ടി എടുത്ത് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണതിൻ്റെ മുന്നേ നിഹാദ് എന്നൊരു മഹാൻ വരാനുണ്ട്. ആ മഹാൻ അവിടെ നിന്ന് വാഴത്താറ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവനെ എടുത്തിട്ട് വേണം പോകാൻ. അവനെ എടുത്ത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടാ. വേട്ടാവളിയന്മാര് കഴിവേറിന്ന് തിന്നണ് കണ്ട മനുഷ്യരായി കഴിഞ്ഞാൽ ഇടയിൽ കൂടി അവൻ ക്യാമറയിൽ മുമ്പ് വയ്ക്കാൻ നിൽക്കുന്നു. ആഴ്ച കണ്ണിരിക്കാത്തതിന്റെ കേട്. എന്തായാലും ബാക്കി വരാം. ഒരു കാട്ടറബി ഇരുന്ന് തിന്നുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് വരുന്നത്. ഇതിന് പറയും ബൗസ്. ബീഫിന്റെ ആണ്. മുഹമ്മദ് സൽമാൻ. ഇത് സൽമാന്റെ മകൻ ശുഭം. ഒരു സാധനം ശരിയാകണോ നോക്കാൻ വേണ്ടി പറഞ്ഞ അവന്റെ और क्या हाल चल भाई? ठीक है सब? हाँ भाई, हो गया सब? ओके. अभी इनको पाउडर निकाल പ്രിന്ററിന് പൗഡർ, കോളേജിന്റെ പ്രിന്റർ വർക്ക് ചെയ്യണില്ല, അതിനകത്ത് പൗഡർ ഇല്ലാത്തോണ്ടാണെന്ന് പറഞ്ഞ ബുദ്ധിയുള്ള മഹാൻ. എന്തായാലും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. കണ്ടക്ടർ ഇല്ലാത്ത ബസ്സിൽ അവിടെയാണ് നമ്മൾ സ്കാൻ ചെയ്ത് കാശിന് വേണ്ടി. എന്നിട്ട് കയറി കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് പിടിച്ച് പുറത്തോട്ട് ഇങ്ങനെ വായ നോക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൽ കയറി അവിടെ നോട്ടറൈസേഷൻ്റെ ഓഫീസിൽ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല, കാരണം ദാറ്റ്സ് ഒഫീഷ്യൽ പ്ലേസ് ഗൈസ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വല്ലതൊക്കെ തിന്നാൻ കയറണമെന്നുണ്ട്. സിറ്റുവേഷൻ്റെ സാങ്കേതിക കടപ്പനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ നോട്ടറി അടിക്കുന്ന ഭാഗത്തെത്തി ഉള്ളിലോട്ട് കയറുകയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല, കയറിയിട്ട് പറയാം. നോട്ടറി ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് അത് എടുക്കാൻ വേണ്ടി ഒരു 10 ആളും എടുക്കടാ. എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഇരിക്കരുത്. ഐസ് വ്യൂടാ, ഐസ് വ്യൂ. ആഹാ, എന്താ പൊളി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മൂഞ്ചിയ മഴ. അങ്ങനെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലേ, ഇവിടെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്ത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ പെറുക്കണ്ടാവും. ഇവൻ തൊട്ട് കാണിക്കുന്നു, അവരത് എടുത്തു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ചാൻസ് ആയപ്പോൾ നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പയർ മെയോ താങ്. അപ്പോൾ താങ് എന്ന് പറഞ്ഞാൽ സൂപ്പാണ്. അപ്പോൾ അതൊക്കെ പാടെ റെഡിയാക്കി. ഇതാണ് നമ്മുടെ വൈശി. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പാർസലിൻ്റെ ഇവിടുത്തെ സ്റ്റേഷനാണത്. പാർസൽ സ്റ്റേഷനിൽ വന്ന് പാർസൽ എടുത്തു. ഇതിനി റൂമിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൂമിലെത്തിയപ്പോൾ നമ്മൾ പാർസൽ എടുത്തത് നമുക്ക് പിന്നെ ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് എടാ സ്പൂണിൻ്റെ ചോക്ലേറ്റ് ആണിത്. ഇതൊരു ചോക്ലേറ്റ് ആണ്. ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയ ചോക്ലേറ്റ് ആയിരുന്നു. ഈ ചോക്ലേറ്റിൻ്റെ റിവ്യൂ നമ്മൾ ഷോർട്സിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ നോക്കിയാൽ മതി. രാത്രി ആയാൽ ബാർബിക്യൂവിൽ ഇങ്ങനെ വരിക, നേരെ വന്ന് ബാർബിക്യൂ ഞാൻ ഓരോന്ന് പെറുക്കുക, ഈ കൊട്ട എടുക്കുക, അതിലേക്ക് ഇടുക. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ചേട്ടൻ ഇതേപോലെ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ചൈനീസായിട്ടുള്ള അമ്മമാരും അപ്പാപ്പന്മാരൊക്കെ ഉണ്ടാവും. ഇതല്ലേ മസാലയിൽ മുക്കുക, പൊയ്ക്കുക, റീറ്റെയിൽ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ രാത്രി കണ്ടുവരുന്ന ഒരു സംഭവമാണ് ചൈന. ഓക്കെ, ബാക്കി കാണിച്ചു തരാം. ഇത് സ്ക്വിഡാണ്. ഇത് പച്ചമീൻ പോലത്തെ ഒന്നാണ്. പിന്നെ ചിക്കൻ്റെ കുറേ ബ്രസ്റ്റ് പീസുകൾ, പുറക്, പൊട്ടറ്റോ, പിന്നെ ക്യാപ്സിക്കം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതൊക്കെ ഇങ്ങനെ കോലോ കൊത്തി വെച്ചിരിക്കുകയാണ്. അവിടെ പൊതുവേ ഇതിൻ്റെ മുകളിൽ മട്ടനാണ് തൂക്കാറ്. ഇന്ന് മട്ടനില്ല, തൽക്കാലം മാമനെ കണ്ടോ. അപ്പോൾ അടുത്തത് ഇനി റൂമിൽ പോയി ഈ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. റൂമിലെത്തി കാണിച്ചത്. അമ്മോ, കഷ്ടപ്പെട്ട് അങ്ങനെ റൂമിലോട്ട് എത്തി. ഇനി അടുത്ത പ്രോസസ് തീറ്റ. അതൊരു മത്സരമായിട്ട് കാണരുത്, മനസ്സിലായില്ലേ? ഇതാണ് മട്ടൻ. നൈസ് സാധനം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കഴിക്കുക, കിടക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് മൈ ലവ് സൈനിങ് ഓഫ്. ടാറ്റാ. നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ